ഹായ് ഹലോ മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം. ഓക്കെ, പ്ലീസ് കെയർ മീ മദർ യൂണിവേഴ്സ്. യൂണിവേഴ്സിൽ നിന്നും എൻ്റെ വ്യൂസ് മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യവുമായിട്ട് യൂണിവേഴ്സ് നൽകുന്ന മെസ്സേജ് എന്താണ്? ഓക്കെ, നിങ്ങൾ നല്ല രീതിയിൽ പ്രാർത്ഥിച്ചിട്ട് ഒരു കാർഡ് സെലക്ട് ചെയ്യുക. യൂണിവേഴ്സ് നിങ്ങളുടെ ആഗ്രഹവുമായി ബന്ധപ്പെട്ട് എന്ത് മെസ്സേജാണ് തരുന്നതെന്ന് നമുക്ക് നോക്കാം. പ്ലീസ് കെയർ മീ മദർ യൂണിവേഴ്സ്. ഒന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികൾക്ക് യൂണിവേഴ്സ് നൽകുന്ന മെസ്സേജ്. എൻ്റെ വ്യൂസ് മനസ്സിൽ ചിന്തിച്ച കാര്യത്തിന് എന്തുകൊണ്ടാണ് ഇവിടെ ബ്ലോക്കേജ് വന്നിരിക്കുന്നത്? ഇവിടെ ബ്ലാക്ക് എനർജി ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ബ്ലാക്ക് എനർജി ഉള്ളത് കൊണ്ടാണ് എൻ്റെ വ്യൂസ് കുറേ നാളായിട്ട് മനസ്സിൽ ചിന്തിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ കഴിയാതെ ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിന് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ റെമഡി ചെയ്യുക. 7 നമ്പർ കേതുവിൻ്റെ റെമഡി നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ 6 നമ്പർ വീനസിൻ്റെ റെമഡി കൂടി നിങ്ങൾ ചെയ്യണം. ഈ റെമഡി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന കാര്യങ്ങൾ സക്സസ് ആകും. ഈ ബൗണ്ടറിയൊക്കെ മാറിക്കിട്ടും. ഈ ഒരു നിങ്ങളെ കൺട്രോൾ ചെയ്തിരിക്കുന്നതായിട്ടുള്ള ഡെവിൾ എനർജിയുടെ ചങ്ങലകളെല്ലാം പൊട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പം നിങ്ങൾക്ക് മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ ചെറിയ രീതിയിൽ ബ്ലോക്കേജ് ആണ്. അപ്പം ആ ഒരു ബ്ലോക്കേജ് മാറുന്നതിന് നിങ്ങൾ ഈ ഒരു റെമഡി ചെയ്താൽ മതി. ഇത് ഒഴിപ്പിക്കാനൊന്നും ആരുടെ അടുത്തും പോയി നിങ്ങൾ എക്സ്പെൻസ് ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾ ഈ ഒരു കാര്യം ഈ റെമഡി ചെയ്യുക. പിന്നെ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ തന്നെ നിങ്ങളൊരു പ്ലെയിൻ ഗ്ലാസ്സിൽ നിങ്ങൾ കുറച്ച് കല്ലുപ്പ് ഇട്ടതിന് ശേഷം, പ്ലെയിൻ ഗ്ലാസ് ആണ്, ഡിസൈൻ അല്ല, പ്ലെയിൻ ഗ്ലാസ്സിൽ കല്ലുപ്പ് ഇട്ടതിന് ശേഷം 3 സ്പൂൺ കല്ലുപ്പ് ഇട്ടതിന് ശേഷം ഒരു മഞ്ഞ നാരങ്ങ, നിങ്ങൾ എന്ത് വിഷയമാണോ വെച്ചിരിക്കുന്നത് ആ വിഷയത്തെ മനസ്സിലോട്ട് ചിന്തിക്കുക. ആ വിഷയം ചിന്തിച്ചതിന് ശേഷം അതിന് ബ്ലോക്കേജ് ആയിട്ടുള്ള എന്ത് ശക്തിയാണെങ്കിലും എന്ത് നെഗറ്റീവ് എനർജി ആണെങ്കിലും ഈ ഒരു നാരങ്ങയിലേക്ക് അട്രാക്റ്റ് ചെയ്യണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ ആ ഒരു വെള്ളത്തിലേക്ക് ഇടുക. 7 ദിവസം നിങ്ങൾ ആ വെള്ളത്തിൽ ഈ ഒരു നാരങ്ങ സൂക്ഷിക്കേണ്ടതാണ്. അതിനുശേഷം നിങ്ങൾ ഈ ഒരു നാരങ്ങ റോഡിൽ ഉപേക്ഷിക്കേണ്ടതാണ്. റോഡിൽ ഉപേക്ഷിക്കുന്ന വണ്ടി കയറുന്ന സ്ഥലങ്ങളിൽ ഉപേക്ഷിക്കേണ്ടതാണ്. വെള്ളം നിങ്ങൾ മറ്റെവിടെയെങ്കിലും നിങ്ങളുടെ വീട്ടിൽ ഒഴിക്കരുത്, മറ്റേതെങ്കിലും ഒഴിഞ്ഞ സ്ഥലങ്ങളിൽ കൊണ്ടുവന്ന് ഒഴിച്ച് കളയുക. ഓക്കെ, നിങ്ങളുടെ ആ നാരങ്ങയ്ക്കകത്ത് ഒരു ബ്ലാക്ക് കളറിലെ ഡോട്ടോ അല്ലെങ്കിൽ അതിന് ഭയങ്കരമായിട്ടുള്ള സ്മെല്ലോ വരുന്നെന്നുണ്ടെങ്കിൽ നിങ്ങൾ റിപ്പീറ്റായിട്ട് വീണ്ടും ചെയ്യുക. ഇല്ല, ഫ്രഷ് ആയിട്ട് തന്നെയാണ് നാരങ്ങ ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾ പിന്നീട് അത് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ നിങ്ങളിൽ ബ്ലാക്ക് അല്ലെങ്കിൽ ആ നാരങ്ങ വലിയ രീതിയിൽ കേടുപാടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും അത് ചെയ്യേണ്ടതാണ്. ഓക്കെ, രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികൾക്ക് പ്ലീസ് കെയർ മീ മദർ യൂണിവേഴ്സ്. രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികൾക്ക് നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ച കാര്യം സക്സസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, പോസിറ്റീവ് കാർഡാണ് വന്നിരിക്കുന്നത്. പ്ലീസ് കെയർ മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസ് മനസ്സിൽ ചിന്തിച്ചിരിക്കുന്ന കാര്യം ഓക്കെ സക്സസ് ആണ് ഇവിടെ കാണുന്നത്. 2 നമ്പറാണ്. അപ്പം അതിന് സ്പീഡപ്പ് ആകുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് മൂണിൻ്റെ എനർജി ചെയ്യാവുന്നതാണ്. ഓക്കെ, മൂണിൻ്റെ റെമഡി നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. തീർച്ചയായിട്ടും അതൊരു പോസിറ്റീവ് ഇത് തന്നെയാണ് നിങ്ങളുടെ വരുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് മൂണിനെ തൃപ്തിപ്പെടുത്തിക്കൊണ്ടുള്ള മൂണിൻ്റെ എനർജി നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, അല്ലെന്നുണ്ടെങ്കിൽ അമ്മയുടെ സ്ഥാനമുള്ള വ്യക്തികളെ എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കുകയോ തിങ്കളാഴ്ച ദിവസം നിങ്ങൾക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കുകയോ മറ്റോ ചെയ്യാം. എന്തെങ്കിലും വെള്ള വസ്ത്രങ്ങളോ അല്ലെങ്കിൽ വെള്ള ഫുഡോ അങ്ങനെ എന്തെങ്കിലും ധാന്യങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുക്കുന്നത് നിങ്ങളുടെ ഈ ഒരു കാര്യം, നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന കാര്യം സക്സസ് ആകുന്നതിന് കാരണമാകും. ഓക്കെ, അപ്പം പ്ലീസ് കെയർ മീ മദർ യൂണിവേഴ്സ്. മൊത്തത്തിലുള്ള എനർജി എടുക്കാൻ പോവുകയാണ്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. എൻ്റെ വ്യൂസ് മനസ്സിൽ ആഗ്രഹിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ ഉടനെ സംഭവിക്കുമോ? പ്ലീസ് കെയർ മീ മദർ യൂണിവേഴ്സ്. യൂണിവേഴ്സിൻ്റെ അത് ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു. എൻ്റെ വ്യൂസിൻ്റെ ആഗ്രഹങ്ങൾ സാധിക്കുമോ? സെയിം കാർഡാണ് വന്നിരിക്കുന്നത്. പ്ലീസ് കെയർ മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിൻ്റെ മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധിക്കുമോ? ഓക്കെ, ഇവിടെ ബ്ലാക്ക് എനർജി കാണുന്നുണ്ട്. ഇവിടെ 5 നമ്പറും അതുപോലെ തന്നെ 9 നമ്പറും വന്നിട്ടുണ്ട്. നിങ്ങളുടെ ഡെസ്റ്റിനിയോ അല്ലെങ്കിൽ സൈക്കിക് നമ്പറോ, ഡെസ്റ്റിനിയും സൈക്കിക് നമ്പർ എന്ന് പറയുമ്പോൾ നമ്മളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഡബിൾ സംഖ്യയാണ് വരുന്നതെങ്കിൽ അത് രണ്ടും കൂടി കൂട്ടിക്കിട്ടുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ ഫുള്ള് നമ്മൾ ഓരോ സംഖ്യ വീതം കൂട്ടിക്കിട്ടുന്നതിൽ 5ഓ 9ഓ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു റെമഡി ചെയ്യാവുന്നതാണ്. ചൊവ്വയുടെ റെമഡിയും ബുധൻ്റെ റെമഡിയും നിങ്ങൾക്ക് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ വിചാരിക്കുന്ന ആ കാര്യത്തിൻ്റെ തടസ്സങ്ങൾ മാറി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം വന്നിരിക്കുന്നത് എൻ്റെ വ്യൂസ് മനസ്സിൽ ചിന്തിച്ചിരിക്കുന്ന കാര്യങ്ങൾ സാധിക്കുമോ? താങ്ക് യു യൂണിവേഴ്സ്. ഫസ്റ്റ് വന്നിരിക്കുന്നത് 2 ഓഫ് വാണ്ടിറ്റ് എനർജിയാണ് വന്നിരിക്കുന്നത്. എൻ്റെ വ്യൂസ് മനസ്സിൽ ചിന്തിക്കുന്ന കാര്യം സാധിക്കുമോ? തീർച്ചയായിട്ടും സാധിക്കും. സെയിം കാർഡ് തന്നെയാണ് വന്നിരിക്കുന്നത്, സെയിം എനർജിയാണ്. വളരെ സന്തോഷമുള്ള
ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. എൻ്റെ വ്യൂസ് മനസ്സിൽ ചിന്തിച്ചിരിക്കുന്ന കാര്യം സാധ്യമാകും. ഓക്കെ, നിങ്ങൾ ഈ ഒരു കാർഡ് സെലക്ട് ചെയ്തവർ വിഷമിക്കേണ്ട കാര്യമില്ല. തീർച്ചയായിട്ടും നിങ്ങൾക്കും കൂടി ഉള്ള എനർജി തന്നെയാണിത്. നിങ്ങളുടെ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന കാര്യവും സാധിക്കും. കാരണം ഡബിൾ എനർജി 6 നമ്പറാണ്. 15 1 + 5 6 അതേ കണക്ക് തന്നെ ഇവിടെയും 6 വന്നിരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളുടെ ഡബിൾ എനർജി നിങ്ങളിൽ നിന്ന് വിട്ടു മാറുന്നതാണ്. ബ്ലോക്കേജ് നിങ്ങളിൽ നിന്ന് വിട്ടു പോകുന്നതാണ് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് നൽകുന്ന മെസ്സേജ്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. പക്ഷേ നിങ്ങൾ ആ റെമഡി ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ക്യൂൻ ഓഫ് വാണ്ടിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് അനുഗ്രഹമായി ഗ്രോത്ത് ആയിട്ട് വന്നിരിക്കുന്നു. ഇവിടെയും ഒരു ചെറിയ ബ്ലാക്ക് എനർജി കാണുന്നുണ്ട്. ആ ബ്ലാക്ക് എനർജി മാറുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ റെമഡി ചെയ്ത് കഴിഞ്ഞാൽ, ഈ റെമഡീസ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു ബ്ലോക്കേജ് മാറി കിട്ടുന്നതായിരിക്കും. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ദ സ്റ്റാറിൻ്റെ കാർഡ് വന്നിരിക്കുന്നു. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസ് മനസ്സിൽ ചിന്തിച്ചിരിക്കുന്ന കാര്യങ്ങൾ സാധ്യമാകുമോ? തീർച്ചയായിട്ടും സാധ്യമാകും. ദ ഹെറോഫിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ബാലൻസ് ഇല്ലാതിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ആ ബാലൻസ് ഇല്ലാതെ നിൽക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളിലേക്ക് വന്നു ചേരുന്നു എന്നുള്ളതാണ്. അതിനൊരു വഴി ഇവിടെ ഓപ്പൺ ആകുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ പ്രാർത്ഥന യൂണിവേഴ്സിലേക്ക് എത്തിയിരിക്കുന്നു. നിങ്ങൾക്ക് കോടതി കേസുമായിട്ട് എന്തെങ്കിലും ബന്ധത്തിൽ നിങ്ങൾ വളരെ ബുദ്ധിമുട്ടുന്ന ഒരു എനർജിയിൽ കൂടിയാണ് കടന്നു പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് ബാലൻസിങ്ങിൽ വരുന്നതാണ്. ഓക്കെ, നിങ്ങൾ എന്തെങ്കിലും രോഗങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ വളരെ വിഷമത്തിൽ കൂടിയാണ് കടന്നു പോകുന്നതെങ്കിൽ അത് നിങ്ങൾക്ക് ബാലൻസിങ്ങിൽ വരുന്നുണ്ട്. കുട്ടികളുടെ വിദ്യാഭ്യാസവുമായിട്ടാണ് നിങ്ങൾക്ക് വളരെ വിഷമിക്കുന്നു, അതിൻ്റെ ബാലൻസ് ഇല്ലാതിരിക്കുന്ന ഒരു അവസ്ഥയിൽ കൂടിയാണ് കടന്നു പോകുന്നതെങ്കിൽ അതെല്ലാം നിങ്ങൾക്ക് ഓപ്പൺ ആകുന്നു എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെയും എന്ത് സിറ്റുവേഷനിലാണോ നിങ്ങൾക്ക് വളരെ സ്ട്രഗിൾ അനുഭവിക്കേണ്ടി വന്നിരിക്കുന്നത്, ആ ഒരു സ്ട്രഗിളിൽ നിന്നും നിങ്ങൾ പുറത്ത് വരുന്നതാണ് എന്നാണ് ഇവിടെ കാണുന്നത്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ കിങ് ഓഫ് സോഡിൻ്റെ എനർജി വന്നിരിക്കുന്നത്? കിങ് ഓഫ് സോഡ്. ഓക്കെ, ചില വ്യക്തികൾ കാരണം നിങ്ങളുടെ ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കിങ് ഓഫ് സോഡിൻ്റെ എനർജി അത് ഇഗ്നോർ ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ ഇവിടെ ചില ബ്ലാക്ക് എനർജിയുടെ ഫലമായിട്ടാണ് നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥാനമാനം എല്ലാം ചില പ്രതികൂലമായി ബാധിക്കുന്നത്. നിങ്ങൾ എവിടെ ചെന്നിരുന്നാലും നിങ്ങളെ ഇഗ്നോർ ചെയ്യുന്നു. ഓക്കെ, അതിന് കാരണം ഇവിടെ ചെറിയൊരു ബ്ലാക്ക് എനർജി ഉണ്ട്. അതിന് നിങ്ങൾ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല, മറ്റൊന്നിലേക്കും ഓടിപ്പോകേണ്ട കാര്യമില്ല. ഇത് ചെറിയ റെമഡിയാണ്. ഈ ഒരു റെമഡി നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ഡൊണേറ്റ് ചെയ്യുന്നതിനെയാണ്. അപ്പം ചിലവർ പറയുന്നത് ഞങ്ങൾ കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെയല്ല ചെയ്യേണ്ടത്. അപ്പം ഈ ഒരു കാര്യം മനസ്സിൽ വിശ്വസിച്ചുകൊണ്ട് എനിക്ക് ഈ ഒരു പ്രശ്നം മാറുന്നതിന് വേണ്ടിയിട്ട് എന്ന് വിചാരിച്ച് നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു നോസ്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ 9 ഓഫ് സോഡിൻ്റെ എനർജി വന്നിരിക്കുന്നത്? ഇപ്പോൾ നിങ്ങൾ വളരെ പ്രശ്നത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത്. നിങ്ങൾക്ക് പുറത്ത് ഇറങ്ങാൻ പോലും മറ്റുള്ളവർ ഫേസ് ചെയ്യാൻ പോലും വയ്യാത്തതായിട്ടുള്ള ചില സിറ്റുവേഷനിൽ കൂടി നിങ്ങൾ കടന്നു പോകുന്നുണ്ടായിരിക്കാം. അപ്പം അതെല്ലാം ബാലൻസ്, ഇവിടെ ഫുള്ള് ബാലൻസിങ്ങിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഇതും സ്റ്റാറിൻ്റെ എനർജിയാണ്. ഓക്കെ, സ്റ്റാറും ഇവിടെ ബാലൻസിങ്ങിൽ വരെയാണ് കേട്ടോ. അതുപോലെ തന്നെയാണ് ഇവിടെയും ബാലൻസിങ്ങിൽ വരുന്നു. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഇവിടെ ബാലൻസിങ്ങിൽ വരുന്നുണ്ട്. നിങ്ങൾ ഒരുപാട് ഒന്നും അനങ്ങാൻ പോലും വയ്യാത്ത ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ അതിലേക്കൊരു സന്തോഷം കടന്നു വരുന്നു എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ഓവറോൾ എനർജി വന്നിരിക്കുന്നത് ഇവിടെ 5 ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജിയാണ്. നിങ്ങൾക്ക് പല കാര്യങ്ങളിൽ നിന്നും വിട്ടുപോകേണ്ടി വന്നിട്ടുണ്ട്. വളരെ വിഷമത്തിൽ കൂടി നിങ്ങൾ കടന്നു പോകുന്നുണ്ട്. ചില റിലേഷൻഷിപ്പിന് നിങ്ങൾ ചേസ് ചെയ്ത് നിങ്ങൾ മാനസികമായി തകർന്നിരിക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഓക്കെ, സാമ്പത്തികമായിട്ടാണെങ്കിലും ജോലി സംബന്ധമായിട്ടാണെങ്കിലും നിങ്ങൾ വളരെ തളർന്നിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ കൂടിയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ യൂണിവേഴ്സിൽ നിന്നും നിങ്ങൾക്ക് അനുഗ്രഹം വന്നു ചേരുന്നു. നിങ്ങളുടെ റിലേഷൻഷിപ്പ് നേരെയാകാൻ പോകുന്നു എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിൽ ചില സാമ്പത്തിക അനുഗ്രഹങ്ങൾ വന്നു ചേരാൻ പോകുന്നു. ജോലി സംബന്ധമായിട്ട് ഒരു സെലിബ്രേഷൻ നിങ്ങളിലേക്ക് വന്നു ചേരുന്നു എന്നുള്ള ഒരു എനർജി ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾ മനസ്സിൽ ചിന്തിച്ച കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാധിക്കും. പക്ഷേ ചില വ്യക്തികൾക്ക്, എല്ലാവർക്കുമല്ല, ഇത് ഒന്നിലധികം ആൾക്കാർ കാണുന്നത് കൊണ്ട് ചില വ്യക്തികൾക്ക് മാത്രമാണ് ഒരു തടസ്സങ്ങൾ ഇവിടെ കാണുന്നത്. അപ്പോൾ ആ ഒരു തടസ്സങ്ങൾ മാറുന്നതിന് നിങ്ങൾ ചെറിയ റെമഡീസ് ചെയ്യുക. ദിവസമായിട്ട് കൂടുതൽ അടുത്ത് നിൽക്കുക. ഓക്കെ, പ്രാർത്ഥനയോടുകൂടി നിൽക്കുക. നെഗറ്റീവായിട്ടുള്ള വാക്കുകളും പ്രവൃത്തികളും നെഗറ്റീവ് വ്യക്തികളുടെ ഉപദേശങ്ങളിൽ നിന്നും മാറി നിൽക്കുക. ഓക്കെ, നമുക്ക് നെഗറ്റീവ് തരുന്നതായിട്ടുള്ള ചില വ്യക്തികൾ നമ്മുടെ കൂടെ കാണും. നമ്മളെ കളിയാക്കും. ചില പ്രാർത്ഥനകളൊക്കെ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല, അങ്ങനെയാണ് ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് നമ്മളെ കളിയാക്കും. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികളുടെ വാക്കുകളിലൊന്നും കൂടുതൽ ഫോക്കസ് ചെയ്യാതിരിക്കുക. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള പ്രാർത്ഥനയിലേക്ക് കടന്നു വരിക. ഓക്കെ, നമുക്ക് യൂണിവേഴ്സിൻ്റെ സ്പിരിച്വൽ മെസ്സേജ് കൂടി നോക്കാം. എൻ്റെ വ്യൂസിന് നൽകുന്നതായിട്ടുള്ള സ്പിരിച്വൽ മെസ്സേജ് എന്താണ്? ഓക്കെ, നേരത്തെ ആദ്യമേ നമ്മൾ 2 കാർഡ്സ് എടുത്തതുപോലെ ഇവിടെയും 2 കാർഡ്സ് സെലക്ട് ചെയ്തെടുക്കുക. ഓക്കെ, ഫസ്റ്റ് സെക്കൻഡ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് യൂണിവേഴ്സ് നൽകുന്ന മെസ്സേജ് എന്താണെന്നാണ്. നിങ്ങളിതിലൊരു കാർഡ് സെലക്ട് ചെയ്യുക. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്.
ഫസ്റ്റ് കാർഡ് സെലക്ട് ചെയ്തവർക്ക് ഇവിടെ നിങ്ങൾക്ക് ചില അറിവുകളാണ് യൂണിവേഴ്സ് നൽകുന്നത്. ഓക്കെ, രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികൾക്ക് യൂണിവേഴ്സ് നിങ്ങൾക്ക് ചില ഗൈഡൻസ് ആണ് നൽകുന്നത്. ഓക്കെ, അപ്പം ഫസ്റ്റ് കാർഡ് സെലക്ട് ചെയ്തവർക്ക് പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. ഇവിടെ ആകാശിക് റെക്കോർഡാണ് നൽകുന്നത്. ആകാശിക് റെക്കോർഡ് എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങളുടെ പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. നിങ്ങളുടെ പാസ്റ്റ് ലൈഫിനെ കുറിച്ചും ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരു സോറി പറയേണ്ടതായിട്ടുള്ള ചില എനർജി ഇവിടെ കാണുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ പഴയതിൽ എന്തോ ഒരു കാര്യം, കാർമികമായിട്ടുള്ള ചില കാര്യങ്ങളിൽ നിങ്ങൾ മനസ്സുകൊണ്ട് ഇപ്പോഴും അതിന് സോറി പറഞ്ഞിട്ടില്ല എങ്കിൽ ഇപ്പം അവരെ വിളിച്ചൊന്നും നമുക്ക് സോറി പറയാനും എടുക്കാനൊന്നും പറ്റില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ആത്മാവിനെ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്ത് അവിടെ സോറി പറഞ്ഞ് വിടുക. അതിന് നമുക്ക് ചെയർ മീറ്റിംഗ് എന്ന് നമുക്ക് പറയാം. ചെയർ മീറ്റിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ആരോടെങ്കിലും നല്ല രീതിയിൽ മാനസികമായിട്ടുള്ള ഒരു വെറുപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും പകയോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളിൽ തന്നെ വെച്ചിരിക്കാതെ അത് നിങ്ങൾ സോറി പറഞ്ഞ് കളയേണ്ടതായിട്ടുണ്ട്. അതെങ്ങനെ കളയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ റൂമിൽ നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കുമ്പോൾ അല്ലെങ്കിൽ ആൾക്കാർ വിചാരിക്കും നമുക്ക് സുഖമില്ല എന്ന്. അപ്പോൾ അങ്ങനെയല്ല, വീട്ടിൽ ആരും ഇല്ലാത്ത സമയത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ റൂമിൻ്റെ അകത്ത് ആ ഒരു വ്യക്തി നിങ്ങളോട് ഒരുപാട് ദേഷ്യമുള്ള ഒരു വ്യക്തിയെ നിങ്ങൾ അവർ വരുന്നതായിട്ട് സങ്കല്പിക്കുക, മനസ്സിൽ ഇമാജിൻ ചെയ്യുക. ആ വ്യക്തി വരുമ്പോഴത്തേക്ക് ആ വ്യക്തിയുടെ ഡ്രസ്സ് പോലും നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പം ആ ഒരു ഡ്രസ്സിൽ, ആ ഒരു കളറിലെ ഡ്രസ്സിൽ അവർ വരുന്നു. നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് അവിടെ ഒരു ചെയർ ഇട്ടിരിക്കുക. ആ ചെയറിൽ അവർ ഇരിക്കുന്നതായി സങ്കല്പിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഓപ്പോസിറ്റ് സൈഡിൽ ഇരുന്നു കൊണ്ട് അവരുമായിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ, നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം അവരോട് ഡിസ്കസ് ചെയ്യുക. അത് അവർ കേൾക്കുന്നതായിട്ടും അതിൽ നിന്ന് മറുപടി തിരികെ വരുന്നതായിട്ടും നിങ്ങൾ സങ്കല്പിക്കുക. അതിനുശേഷം അതെല്ലാം ഒരു ഒത്തുതീർപ്പായി എന്ന് നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് അവർക്ക് നല്ല രീതിയിൽ സ്നേഹം നൽകിക്കൊണ്ട് തന്നെ അവരെ വിട്ടയക്കുക. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ ചെയ്ത് നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കുന്നതായിട്ടുള്ള ചില നെഗറ്റീവ് കാര്യങ്ങളെ നിങ്ങൾ വിട്ടയക്കുക എന്ന് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നുണ്ട്. ഓക്കെ, ഈ ഒരു എനർജിയാണ് യൂണിവേഴ്സ് ഫസ്റ്റ് കാർഡ് സെലക്ട് ചെയ്തവർക്ക് നൽകുന്നത്. അതുപോലെ തന്നെ സെക്കൻഡ് കാർഡ് യൂണിവേഴ്സ് നിങ്ങൾക്ക് ഒരു സ്പിരിച്വൽ ഗൈഡൻസിന് ആണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. നിങ്ങൾ നിങ്ങളുടെ കഴിവുകളെ മനസ്സിലാക്കുക എന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട്. പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. ഓക്കെ, നിങ്ങൾക്ക് ഒരുപാട് കഴിവുകളുണ്ട്. നിങ്ങൾ ഒരുപാട് ഗ്രോത്ത് ഉള്ള ഒരു വ്യക്തിയാണ്. അപ്പം നിങ്ങൾ മറ്റുള്ളവരെ എല്ലാം ഹെൽപ്പ് ചെയ്യാൻ മനസ്സുള്ള ഒരു വ്യക്തിയാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് നിങ്ങൾ ഉപകാരപ്രദമായി തീരണം. അത് നിങ്ങളുടെ വാക്കുകളാകാം, നിങ്ങളുടെ പ്രവൃത്തികളാകാം. ഓക്കെ, നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി അത് എത്തിക്കുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ചിലപ്പം ചില വ്യക്തികളുണ്ട്, എന്നെ കേൾക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തികൾക്ക് ഒരു ഹീലിംഗ് പവർ ഉണ്ടായിരിക്കാം. നിങ്ങളുടെ ശബ്ദം മറ്റൊരാൾ കേൾക്കുമ്പോൾ വളരെ അവർക്ക് തോന്നുന്നുണ്ടായിരിക്കും. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ആ ഒരു ഉപയോഗം അല്ലെങ്കിൽ ആ ഒരു കഴിവിനെ നിങ്ങൾ കൂടുതൽ എടുക്കുക, കൂടുതൽ പ്രയോജനപ്പെടുത്തുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഓക്കെ, അത് നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് അത് ഏത് മേഖലയിലാണെങ്കിലും, അത് ജോലി സംബന്ധമായിട്ടാണെങ്കിലും ശരി തന്നെ, റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണെങ്കിലും ശരി തന്നെ, നിങ്ങളുടെ കഴിവ് എന്താണോ അത് നിങ്ങൾ കണ്ടുപിടിച്ച് അത് കൂടുതൽ മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്. നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഇപ്പം നിങ്ങൾ ഒരുപാട് വേദനയിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് വെച്ചോ, ഓൾറെഡി നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് മൊത്തത്തിൽ തകർന്നിരിക്കുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങളെ ഒന്ന് കേൾക്കുവാനോ നിങ്ങളോടൊന്ന് സംസാരിക്കുവാനോ ഒന്നും ആരുമില്ലാത്ത ഒരു വ്യക്തിയാണ് നിങ്ങളെന്ന് വെച്ചോ. പക്ഷേ ആ ഒരു സമയത്ത് ഇതൊന്നും നിങ്ങൾ ആരോടും പ്രകടിപ്പിക്കുന്നില്ല. ആ ഒരു സമയത്ത് നിങ്ങളടുത്തോട്ട് ഒരാൾ കരഞ്ഞു വരികയാണ്, അവരുടെ റിലേഷൻഷിപ്പ് ഒരുപാട് പ്രോബ്ലമാണ് എന്ന് പറഞ്ഞു വരുമ്പോൾ നിങ്ങളുടെ വിഷമം അവരോട് പങ്കുവയ്ക്കുന്നതിന് പകരം നിങ്ങൾ അവരുടെ വിഷമങ്ങളെല്ലാം കേട്ട് അവർക്ക് ഒരു സമാധാനം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിലാണ് യൂണിവേഴ്സ് ഹീലിംഗ് നൽകുന്നത്. നിങ്ങൾ അനുഭവിക്കുന്ന വേദനയ്ക്ക് മുകളിലാണ് യൂണിവേഴ്സ് ഹീലിംഗ് നൽകുന്നത്. അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സാമ്പത്തികമായും നിങ്ങളുടെ മാനസികമായും നിങ്ങൾക്ക് അനുഗ്രഹം കൂടി വരുന്നതായി കാണാം. ഓക്കെ, ഇത് നിങ്ങളൊന്ന് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും ആരെങ്കിലും വരുമ്പോഴത്തേക്ക് നിങ്ങളുടെ വേദന അവരുമായിട്ട് ഷെയർ ചെയ്യാതിരിക്കുക. അവരുടെ വേദന കേട്ടതിന് ശേഷം അവർക്ക് മുറിവ് കെട്ടി ഉണക്കി വിട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മുറിവ് കെട്ടുന്ന ദൈവം നിങ്ങളോടൊപ്പം ഉണ്ടാകും. ഓക്കെ, അപ്പം ഇതാണ് ഇന്നത്തെ റീഡിങ്. പിന്നെ 15-ാം തീയതി മുതൽ 20-ാം തീയതി വരെ ഞാൻ പേഴ്സണൽ റീഡിങ് എടുക്കുന്നതല്ല. ഞാൻ നാട്ടിലേക്ക് പോകുന്നതിൻ്റെ തിരക്കായതുകൊണ്ടാണ്. 16-ാം തീയതി എനിക്ക് നാട്ടിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. ഞാൻ നാട്ടിൽ ചെന്ന് കഴിഞ്ഞാലും 20-ാം തീയതി തൊട്ടേ പിന്നീട് 21-ാം തീയതി തൊട്ടേ ഞാൻ പിന്നീട് റീഡിങ് എടുക്കുകയുള്ളൂ, പേഴ്സണൽ റീഡിങ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പം അതുവരെയും യൂട്യൂബിലും ഇടയ്ക്ക് വീഡിയോ ഒന്ന് കുറഞ്ഞിരിക്കും. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക.
ഓക്കെ, താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.